ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ജാപ്പനീസ് ജെല്ലി കോഫിയുടെ റെസിപ്പിയാണ്. ഞാനിത് തയ്യാറാക്കി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ ഒരു റെസിപ്പി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. അതുപോലെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായി നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. വേറെയും ഒരുപാട് നല്ല റെസിപ്പീസ് എൻ്റെ ചാനലിലുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഇപ്പോൾ ഞാൻ ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്, അഗർ അഗർ എന്നൊക്കെ പറയും. ഇതിന് പകരമായിട്ട് ജലാറ്റിനാണ് എടുക്കാറുള്ളത്, പക്ഷേ എനിക്ക് ജലാറ്റിൻ അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചൈന ഗ്രാസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്ര അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നമുക്ക് മെൽട്ടാക്കി എടുക്കണം. അപ്പോൾ അതിനായി ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതുപോലെ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് മെൽട്ടാക്കി എടുത്തിട്ട് വരാം. അങ്ങനെ ഇപ്പോൾ ചൈന ഗ്രാസൊക്കെ നല്ലോണം മെൽട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കോഫി പൗഡറാണ്. അപ്പോൾ അത് ഇൻസ്റ്റാൻറ്റ് കോഫി പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കോഫി പൗഡർ ചേർത്ത് കൊടുക്കരുത്, അപ്പോൾ ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കോഫി പൗഡറൊക്കെ നിങ്ങളുടെ എത്ര ഗ്ലാസ്സിനാണോ നിങ്ങൾ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള കോഫി പൗഡറൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി മെൽട്ടാക്കി എടുക്കണം. അങ്ങനെ ഇപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാനിത് സെറ്റ് ചെയ്തെടുക്കുന്നുള്ളത്. അപ്പോൾ ഇതിലേക്ക് കോഫി മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ എല്ലാ ഗ്ലാസ്സിലും ഈ ഒരു അളവിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. ഇനി ഇതിലൊരു മിൽക്ക് മിക്സ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം ഇതിനെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് സെറ്റായി കിട്ടും. അപ്പോൾ ഈ സമയം കൊണ്ട് ഇതിലേക്കൊരു മിൽക്ക് മിക്സ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിനായി 1/2 ലിറ്റർ പാൽ ഞാൻ ഇതുപോലെ ഒരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കണം, കാരണം ഇതൊക്കെ ചേർത്ത് കഴിക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ്. പിന്നെ ഇതിൻ്റെ ഒപ്പം ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ചേർത്ത് കൊടുത്താൽ കൂടുതൽ റിച്ച് ടേസ്റ്റ് ആയിരിക്കും ഇതിന് കിട്ടുക. അപ്പോൾ എൻ്റെ അടുത്ത് ഫ്രഷ് ക്രീം ഇല്ലാത്തതുകൊണ്ട് ഞാനിത് ചേർത്ത് കൊടുക്കുന്നില്ല. കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കണം, കാരണം ഇതിലേക്ക് വേറെ ഷുഗറൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം ഇതൊന്ന് തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു കോഫി നല്ലോണം തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. അങ്ങനെ ഇപ്പോൾ നേരത്തെ ജെല്ലി മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കറക്റ്റ് സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗ്ലാസ്സിൽ നിന്ന് ഇളകിപ്പോകുന്നൊന്നുമില്ല. അപ്പോൾ ഈ സമയം വേണമെങ്കിൽ നമുക്കിതിനെ കട്ട് ചെയ്ത് ഇതിലേക്ക് മിൽക്ക് മിക്സ് ഒഴിച്ചെടുക്കാം. അതല്ലെങ്കിൽ നമുക്കിത് മിൽക്ക് മിക്സ് ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്ത് ഇളക്കി കഴിക്കാം. അങ്ങനെ ഇപ്പോൾ മിൽക്ക് മിക്സൊക്കെ ഒഴിച്ചത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 5 ഗ്ലാസ്സിലേക്കുള്ള അളവിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എത്രയാണോ ചെയ്യുന്നത് അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടിയെടുക്കാം. ഞാനിത് സ്പൂൺ വെച്ചത് ഇതുപോലെ ജെല്ലിയൊക്കെ മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം ഇതുപോലെ മിക്സാക്കുമ്പോൾ അത് ചെറിയ പീസായി ഇങ്ങനെ വരും. അപ്പോൾ കുടിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. മറക്കാതെ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ജാപ്പനീസ് ജെല്ലി കോഫിയുടെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.